ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഈ കാടെല്ലാം കാണിക്കുന്നതെന്നല്ലേ? ഇത് കാടല്ല കേട്ടോ, ഇത് ദന്തപാലയാണേ. അപ്പോൾ നമുക്ക് ദന്തപാലയുടെ ഇല വെച്ചിട്ട് കുറച്ച് എണ്ണ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇല പറിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ദന്തപാല എന്താണെന്നോ അതിൻ്റെ ഇല എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മരം കൂടി ഒന്ന് കാണിച്ചു തന്നത്. ദന്തപാലയുടെ ഇല ദാ ഇതുപോലെയാണ് കേട്ടോ. ഇനി ഇത് ഇലയൊന്ന് പൊട്ടിച്ചാൽ ഒരു വെള്ളക്കറ ഉണ്ടാവും കേട്ടോ ഇതിൽ. എന്നാൽ നമുക്കേ എണ്ണ തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള ഇല പറിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഇല പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എണ്ണ തയ്യാറാക്കാനായി നമ്മൾ അധികം മൂത്ത ഇല എടുക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് മൂപ്പ് കുറഞ്ഞ ഇല എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല ഇലയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ വല്ല പുഴു കടിച്ച ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് നല്ല ഇല മാത്രമേ എടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കിലോയോളം ഇലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലകളല്ലേ കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ ദന്തപാലയുടെ ഇല വെച്ചുണ്ടാക്കുന്ന എണ്ണ ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റും. ഈ എണ്ണ നമ്മൾ തലയിൽ പുരട്ടിട്ട് ഒരു 15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ തല കഴുകി കളയാവുള്ളൂ. അത് നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ. എന്തെങ്കിലും താളിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മാത്രമേ ഇത് കഴുകി കളയാൻ പാടുള്ളൂ. ഈ എണ്ണ നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. ഇത് നമുക്ക് സ്കിന്നിലുള്ള അലർജിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സ്കിൻ അലർജിയൊക്കെ മാറും. ഇപ്പം നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. അതിന് മുന്നേ നമുക്കിത് നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് ഈ ഇല മാറ്റാം. ഇപ്പം നമ്മളിവിടെ 1 കിലോ ഇലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ എണ്ണയും കൂടെ എടുക്കണം കേട്ടോ. 1:1 ആണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ 1 കിലോ ഇലയ്ക്ക് 1 ലിറ്റർ എണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഈ ഇല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് 7 ദിവസം നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി. നല്ല വെയിലുള്ളപ്പോൾ വേണം ഈ എണ്ണ തയ്യാറാക്കാൻ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ വെച്ചാൽ മതി. അങ്ങനെ ഒരു 7 ദിവസം നമ്മൾ രാവിലെ 10 മുതൽ 3 മണി വരെ വെക്കുമ്പോഴത്തേന് നമ്മുടെ എണ്ണ റെഡിയാവും. ഇത് ഫസ്റ്റ് ദിവസം തന്നെ ഈ എണ്ണയുടെ കളർ നമ്മൾക്ക് മാറിയിട്ട് ഒരു വയലറ്റ് കളറാവും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന 1 ലിറ്റർ എണ്ണയെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ക് 7 ദിവസമാണ്. ഇത് 7 ദിവസം നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ടെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ തയ്യാറാക്കാൻ വെച്ചിട്ട് 7 ദിവസമായി. ഇതാ ഇപ്പോൾ ഇലയുടെ കളറൊക്കെ മാറി, അതുപോലെ തന്നെ എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇലയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇലയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എണ്ണയുടെ കളറും മാറി നല്ല കട്ടിയായ എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ കണക്കിൽ തന്നെ എടുക്കണം. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1 കിലോ എണ്ണ. എണ്ണ കൂടുതൽ ഒഴിച്ചാൽ അല്ലെങ്കിൽ ഇല കുറഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും കട്ടി ഉണ്ടാവില്ല, ഇത് കളറും ഉണ്ടാവില്ല. ഇതാ നമ്മൾ ദന്തപാലയുടെ ഇല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എണ്ണ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ അലർജിക്കും മുടി കൊഴിച്ചിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു എണ്ണയാണ്. അപ്പോൾ ഈ ഇല കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, 7 ദിവസം ആയപ്പോഴത്തേനും നമ്മുടെ ഇല ഈ ഒരു കളറിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ആ ഇലക്കകത്തേക്ക് 1 ലിറ്റർ എണ്ണയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. അപ്പം നമുക്കിനി എത്ര എണ്ണ കിട്ടിയെന്ന് നോക്കാം. അപ്പം നമുക്ക് നനവൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 1 ലിറ്ററാണ് എണ്ണ ഒഴിച്ചത്. അപ്പം നമുക്ക് ഏകദേശം 1/2 ലിറ്റർ എണ്ണയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.